നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 2 കോടിയോളം രൂപ, ഏതാണ്ട് 1,88,00,000 രൂപ എന്തോ മുടക്കിയിട്ടാണല്ലോ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് 3 അംഗ ഹേമ കമ്മിറ്റി വെച്ചത്. ഹേമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയുക, വ്യക്തിഹത്യ നടത്താനും വിരോധങ്ങൾ തീർക്കാനും മാത്രമായിട്ട് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പലരും പോയി നുണ പറഞ്ഞു കൊടുക്കുകയും ആ നുണകളെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് ഒരു നുണ ഒരുത്തം വന്ന ഒരാളെ പറ്റി മോശം പറഞ്ഞാൽ അയാളെയും കൂടെ വിളിച്ച് കേൾക്കണ്ടേ, നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നല്ലോ, എന്താ അതിൻ്റെ കാരണമൊന്നും കേൾക്കാതെ വൺ സൈഡ് കേട്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു ദുരന്ത ഫലം അതിനുണ്ടാകുമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. എന്തായാലും ഹേമ കമ്മിറ്റി രൂപീകരിച്ച അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി ക്രോഡീകരിച്ച കേസുകൾ ചാർജ് ചെയ്ത് FIRും ജാമ്യമില്ലാത്ത അറസ്റ്റും ഒളിവിൽ പോലും കുറേ എണ്ണം സിനിമാ രംഗത്തിനെതിരെ കുരിശുയുദ്ധവും ഒക്കെ പ്രഖ്യാപിച്ചല്ലോ. എന്തൊരു പുകലായിരുന്നു അല്ലേ. ചാനലുകളും മാപ്രകളും നടത്തിയ പുണ്യാള ചർച്ചകൾ. പുണ്യാളന്മാർ വന്നിരുന്നു സംസാരിച്ചോണം കാണാൻ. സിനിമാ ജീവിതം എന്നാൽ സ്ത്രീപീഡനം മാത്രം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവന്മാരും വമ്പൻ അവസരങ്ങൾ കിട്ടാനായി കാശ് മുടക്കുന്ന കിളവന്മാർക്ക് വരെ വേഷം എന്താ പറയുക തേടി വരുന്ന പാവങ്ങളെ കാഴ്ചവെച്ചിട്ട് ഈ ചർച്ചകളിൽ 3 തവണ ഞാൻ എൻ്റെ മൊഴിയെടുത്തു, 1 തവണ ഞാൻ പറന്നു വന്നു എന്നൊക്കെ പാചകം അടിച്ചു. എന്തെല്ലാം വാചകങ്ങളാണ് അക്കാലത്ത് അടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് എന്താ പറയുക, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ, തിലകഞ്ചേട്ടൻ പറഞ്ഞതുപോലെ സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കോടതിയിൽ കൊടുത്തിരിക്കുന്ന പീഡന പരാതികളെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇന്നത്തെ തീരുമാനം. ഹേമ കമ്മിറ്റിക്ക് ഗോസിപ്പ് കഥകൾ നീട്ടിയും കുറുക്കിയും പറഞ്ഞു കൊടുത്ത് പൊലിപ്പിച്ചിട്ട് സാക്ഷി പറയാൻ പോലീസ് വിളിക്കുമ്പോൾ ഞാൻ അതിനൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് വീരന്മാരും വീരത്തികളും മുങ്ങുകയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയായി. മെനക്കെട്ടത് മിച്ചം, ഹേമ കമ്മിറ്റി കേട്ട ഇക്കിളി കഥകൾ മിച്ചം. ഇതൊക്കെ ഗോസിപ്പുകളാണെന്ന് ശാരദാമ്മയ്ക്കെങ്കിലും പിടികിട്ടി. കാരണം ഒരു മാപ്ര വിളിച്ചപ്പോൾ ഒരിക്കലും കോപിക്കാത്ത അവർ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല, ആ ഉരുൾ പൊട്ടിയെടുത്ത് പോയി വാർത്തകൾ ശേഖരിക്കുക എന്നാണ് ശാരദാമ്മ അന്ന് പറഞ്ഞത്. അപ്പോൾ സർക്കാരും കൂടി ഇപ്പോൾ ആ തീരുമാനം എടുത്ത ഇത് വെച്ച് പറയുമ്പോൾ എല്ലാം സ്വാഹ ആയി എന്ന് പറയാം. മുകേഷും സിദ്ദിഖും അങ്ങനെ കുറേ പേരെ നാണം കെടുത്തിയല്ലോ. ബാലചന്ദ്ര മേനോനെയൊക്കെ നാണം കെടുത്താനായി എന്നുള്ളതിനപ്പുറം ഒരു ചുക്കും ഈ 1,88,00,000 രൂപ ചിലവായതിൽ സംഭവിക്കില്ല എന്ന് തീരുമാനമായി. നമസ്കാരം. നമ്മൾ ഒരു 2-3 എപ്പിസോഡിന് മുമ്പ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. നമ്മുടെ നിർമ്മാതാവ് G. സുരേഷ് കുമാറിൻ്റെ അമ്മയുടെ നവതി ആഘോഷം. ആ നവതി ആഘോഷത്തിന് ഞാനും പോയിരുന്നു. ഞാനവിടെ ഷാജി കൈലാസും AP രാധാകൃഷ്ണനും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് എന്നെ പരിചയപ്പെട്ടു. ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞ് അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പിടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാനേ വേണു നാഗവള്ളിയുടെ പെങ്ങളാണ്, സഹോദരിയാണ്. അപ്പോൾ എനിക്കറിയാം വേണിച്ചേട്ടനും ഒരു സഹോദരനും രാമചന്ദ്രൻ എന്നാണ് പേര്. 2 സഹോദരിമാരും ഉണ്ട്, ലളിതാംബിക, വസുന്ധര. അതിൽ ഈ ലളിതാംബിക എന്ന് പറഞ്ഞ ചേച്ചിയാണ് എൻ്റെ അടുത്ത് വന്നത്. എനിക്ക് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്നെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുശലങ്ങൾക്കിടയിൽ എന്നോട് ചോദിച്ചു, വിവേകിനെ വിളിച്ചിരുന്നോ? വിവേക് എന്ന് പറയുന്നത് വേണുനാഗവള്ളിയുടെ മകനാണ്. ആണും പെണ്ണും ഒരാളല്ലേ ഉള്ളൂ. വിളിച്ചിരുന്നു. വിവേകിൻ്റെ അമ്മ, അതായത് വേണിച്ചേട്ടൻ്റെ ഭാര്യ മീര ചേച്ചി മരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ അന്ന് രാവിലെ ഞാൻ വിളിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ഏപ്രിൽ 27 ഞായറാഴ്ച. മീര ചേച്ചിയും വിവേകും കുറേ കാലമായിട്ട് ചെന്നൈയിലാണ് താമസം. വിവേകിനവിടെ ജോലിയുമായി. അപ്പോൾ എന്നെ ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന PK ശ്രീനിവാസൻ, ശ്രീനിച്ചേട്ടൻ രാവിലെ എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞു, ദിനേശേ, നമ്മുടെ വേണു നാഗവള്ളിയുടെ ഭാര്യ മദ്രാസിൽ മരിച്ചു എന്നറിയുന്നു.
എവിടെയാണെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനിവിടെ പലരോടും തിരക്കിയിട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ വിവേകിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വിവേകിനെ വിളിച്ചു. 2 തവണ വിളിച്ചിട്ടും ബെല്ലടിക്കുന്നതല്ലാതെ വിവേക് എടുക്കുന്നില്ല. ആകെ അയാൾക്കുള്ളത് അമ്മ മാത്രമാണല്ലോ. അപ്പോൾ അമ്മ മരിച്ച വിഷമം കൊണ്ട് ഫോൺ എടുക്കാത്തതിന് കുറ്റം പറയാനും ആവില്ല. ഞാൻ പിന്നെ ആരെ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി കലാരഞ്ജിനെ വിളിക്കാം. അപ്പോൾ ഞാൻ കലച്ചേച്ചിയെ വിളിച്ചു. ചേച്ചിയും വാർത്ത അറിഞ്ഞിട്ടില്ല, മീര ചേച്ചി മരിച്ചു എന്ന് അറിഞ്ഞിട്ടില്ല. ഉർവശിയാണ് മീര ചേച്ചിയെയും വിവേകിനെയും മദ്രാശിയിൽ പറിച്ചു നട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കലച്ചേച്ചിയെ വിളിച്ചത്. ഉർവശിയാണെങ്കിൽ എനിക്ക് പരിചയമില്ല. ഉർവശിയെ വിളിച്ച് വാർത്ത ശരിയാണോ എന്ന് തിരക്കിയിട്ട് എന്നെ തിരിച്ച് വിളിക്കാമെന്ന് കലച്ചേച്ചി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെറുതെ ഇരുന്നില്ല. നമ്മുടെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മകനുണ്ടല്ലോ, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ മിടുക്കനായ റെക്കോർഡിസ്റ്റ് രാധാകൃഷ്ണൻ. ഞാൻ രാധാകൃഷ്ണനെ വിളിച്ചു. രാധാകൃഷ്ണനെ വിളിച്ചിട്ട് രാധാകൃഷ്ണൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണ ഞാൻ ശാന്തിവിള ദിനേശാണ് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചേട്ടാ പറയണം എന്ന് പറഞ്ഞിട്ട് വളരെ കാര്യമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മോശ കാര്യം ചോദിക്കാനാണ്. നമ്മൾ വേണു നാഗവള്ളിയുടെ ഭാര്യ മരിച്ചോ? എപ്പോൾ? ഞങ്ങട്ടല്ല, മരിച്ചോ എന്നറിയാനാണ് ഞാൻ രാധാകൃഷ്ണനെ വിളിച്ചത്. ചേട്ടാ ഞാനൊരു പടത്തിൻ്റെ മിക്സിങ്ങുമായിട്ട് എറണാകുളത്താണ്, ഞാൻ മദ്രാസിലല്ല. ചേട്ടാ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കണേ. എന്തായാലും എന്നെ വിളിച്ച് ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു. വേണുചേട്ടൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു അനിയനെ പോലെ മനസാക്ഷിയായിരുന്നു തിരക്കഥാകൃത്ത് ചെറിയൻ കൽപ്പവാടി. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, രക്തസാക്ഷികൾ സിന്ദാബാദും ലാൽ സലാമും ഒക്കെ വേണുചേട്ടന് വേണ്ടി എഴുതിയത് കൽപ്പവാടിയും കൂടെ ചേർന്നാണല്ലോ. ഞാൻ ചെറിയച്ഛനെ വിളിച്ചു. ദിനേശ് അറിഞ്ഞത് ശരിയാ, ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചു. ഞാൻ ചോദിച്ചു, ചെറിയച്ഛൻ പോകുന്നില്ലേ? ഓ ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ, ഇവിടുന്ന് ഞാൻ മദ്രാസ് എത്തുമ്പോൾ വൈകിയില്ലേ, പോകുന്നില്ല. അപ്പോൾ കലച്ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചു. മീര ചേച്ചി മരിച്ചത് ശരിയാണ്, പക്ഷേ ഉർവശി എറണാകുളത്താണ്. അവരുടെ ഭർത്താവ് സംവിധാനം ചെയ്യുന്ന പുതിയ ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമയുടെ പ്രൊമോഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി എറണാകുളത്താണ്, തിരക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചിട്ടും അവൾ എടുത്തില്ല എന്നാണ് കലച്ചേച്ചി പറഞ്ഞത്. ഞാൻ തിരിച്ച് രാധാകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, രാധാകൃഷ്ണ കേട്ട വാർത്ത ശരിയാണ്, മീര ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞു. വീണ്ടും അറിയിച്ചതിന് രാധാകൃഷ്ണൻ എന്നോട് നന്ദി പറഞ്ഞു. ഞാൻ ഒരിക്കൽ കുടിച്ചു വെറുതെ ഒന്ന് വിവേകിനെ വിളിച്ചു നോക്കി. പക്ഷേ ഭാഗ്യം, വിവേക് ഫോൺ എടുത്തു. വിവേകേ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ദിനേശാണ്, ശാന്തിവിള ദിനേശ് എന്ന് പറയും. അമ്മ മരിച്ചു അങ്കളെ. ഞാൻ ശാന്തിവിള ദിനേശാണെന്ന് പറയുമെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പേ വിവേക് പറഞ്ഞു, അമ്മ മരിച്ചു അങ്കളെ, സുഖമില്ലായിരുന്നു, കുറേ നാളായി അമ്മയ്ക്ക്. ഇന്നലെ വൈകിട്ട് സുഖമില്ലാതായി. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അമ്മ പോയി അങ്കളെ. നല്ല പക്വതയുള്ള മറുപടിയായിരുന്നു വിവേകിൻ്റെ. എപ്പോഴാണ് അടക്കം? ഉച്ച കഴിഞ്ഞ്. എവിടെ? ഇവിടെ തന്നെ, ഇനി നാട്ടിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല, ഇവിടെ തന്നെ അടക്കും. വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വച്ചു. PK ശ്രീനിവാസനെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. വിവേക് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ അടക്കം എല്ലാം പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്നെ വിളിച്ച് ഈ വാർത്ത ചോദിച്ചത് P. ശ്രീകുമാറാണ്. P. ശ്രീകുമാർ വേണുനാഗവള്ളിയുടെ വളരെ മനസാക്ഷിയായിരുന്നു. കളിപ്പാട്ടം വേണുചേട്ടന് വേണ്ടി തിരക്കഥ എഴുതിയത് P. ശ്രീകുമാറായിരുന്നല്ലോ. അദ്ദേഹം വിളിച്ച് PK ശ്രീനിവാസനോട് ചോദിച്ചതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് P. ശ്രീകുമാർ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ പെട്ടെന്ന് വിളിക്കാവുന്ന PK ശ്രീനിവാസനായതുകൊണ്ട് അത് വിളിച്ച് ചോദിച്ചതാണ്. ഇവിടെ ആർക്കും ഒരു പിടിയുമില്ല. ഓക്കെ ചേട്ടാ, കിട്ടിയ വിവരം ദിനേശ് ശ്രീകുമാറിനെ വിളിച്ച് പറയുമോ എന്നിട്ട്? നിന്നോട് ഞാൻ ചോദിച്ചെന്നോ മറ്റോ പറഞ്ഞാലോ? ഞാൻ ചോദിച്ച ശ്രീകുമാരേട്ടൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ, നിന്നോട് ഞാൻ ചോദിച്ചോ മീര മരിച്ചോ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മിപ്പോവും. ഈ തിലകഞ്ചേട്ടനെ ക്ഷീണിച്ച ശ്രീകുമാരേട്ടനെ നമുക്ക് വിശ്വസിക്കാവില്ല, ഏത് സമയത്ത് എങ്ങനെ സംസാരിക്കും. വേണ്ട ചേട്ടാ, ചേട്ടൻ തന്നെ വിളിച്ച് പറ എന്ന് പറഞ്ഞു. അവിടെ ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. മീര ചേച്ചി മരിച്ച വിവരം നമ്മുടെ ചാനലിൽ പറയണം എന്ന് ഉറപ്പിച്ചതാണ്. കാരണം ഒന്നിലും വന്നില്ല ആ വാർത്ത. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ആ വാർത്ത കൊടുക്കാനായില്ല. ഞാനങ്ങനെ മറക്കുന്ന ഒരാളൊന്നുമല്ല. ആരെക്കുറിച്ച് നിങ്ങൾ കാണുന്നതാണല്ലോ, പ്രശസ്തരും അപ്രശസ്തരുമായ ആളുകളുടെ പോലും ഞാൻ കൊടുക്കും. അപ്പോൾ വേണുചേട്ടൻ്റെ ഭാര്യ മരിച്ചു എന്നുള്ള വാർത്ത ആമുഖമായിട്ട് പറയണമെന്ന് നിശ്ചയിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ
അതെൻ്റെ ഇന്ന് കൈവിട്ടുപോയി. മീര ചേച്ചിയെ പറ്റി മറക്കാനാവാത്ത ഒരനുഭവം എനിക്കുണ്ട്. പാവം. ചന്ദ്രൻ പനങ്ങോടിൻ്റെ ഒപ്പം വർഷങ്ങളോളം പ്രൊഡക്ഷൻ മാനേജരായിരുന്നു ഒരു സുധാകരൻ, മരിച്ചുപോയി. സുധാകരൻ്റെ കല്യാണം വെഞ്ഞാറമൂട്ടിൽ വെച്ചാണ്, ഒരു ഓഡിറ്റോറിയത്തിൽ. എനിക്ക് അന്ന് കാറോ സ്കൂട്ടറോ ഒന്നുമില്ല. ഞാനൊരു ബസ്സിൽ വെഞ്ഞാറമൂട്ടിൽ ഇറങ്ങി. എന്നിട്ട് ഈ മണ്ഡപം എവിടെയാണെന്ന് ചോദിച്ച് ഒരു പഴക്കടയിൽ കയറി. ഇങ്ങനൊരു കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതെവിടെയാണെന്ന് ചോദിച്ചാൽ അയാൾ വിരൽ ചൂണ്ടി കാണിച്ചു, എന്തോ ആ കാണുന്ന ഉയരത്തിൽ കാണുന്ന ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ തിരിയുമ്പോൾ ഒരു കറുത്ത അംബാസഡർ കാർ വന്ന് എന്നെ ചേർന്ന് നിർത്തി. ഈ കടയിൽ കടക്കാരനോട് എന്തോ ചോദിക്കാനോ വാങ്ങാനോ ആണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാറിലേക്ക് നോക്കുമ്പോൾ കാർ ഓടിക്കുന്നത് അക്കാലത്ത് സിനിമാക്കാരുടെ പ്രിയപ്പെട്ട സതീഷ് എന്ന് പറഞ്ഞ പൂജപ്പുരക്കാരനാണ്. പുറകിൽ മീര ചേച്ചിയാണ് ഇരിക്കുന്നത്. എനിക്ക് മീര ചേച്ചി അറിയാം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ, ഈ സതീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരിനെ പോലെയാണ്, പ്രശസ്തരായ സിനിമാക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട ഡ്രൈവറായിരുന്നു. പക്ഷേ അയാൾ ഇടയ്ക്ക് വെച്ച് ഡ്രൈവിംഗ് പണി മതിയാക്കിയിട്ട് പ്രൊഡക്ഷൻ മാനേജരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ഒക്കെ ആയി. അത് എന്താ പറയുക, ചെയ്ത വർക്കുകളെല്ലാം ചളവളം സിനിമകളായിരുന്നു. തല്ലിപ്പൊളി സിനിമകളിലൊക്കെയാണ് വർക്ക് ചെയ്തത്. പലതും പൂർത്തിയായില്ല, പാതി വഴി കിടന്നു, പൂജ കഴിഞ്ഞപ്പോൾ നിന്നു, അങ്ങനെയുള്ള വർക്കുകളായിരുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം സതീഷ് നല്ല മദ്യപാനിയായി മാറി. ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു നല്ല പ്രായത്തിൽ സതീഷ് പോയെന്ന്. സതീഷ് മരിച്ചു. എന്നെ കണ്ടപ്പോൾ, വെഞ്ഞാറമൂട്ടി വെച്ച് കണ്ടപ്പോൾ സന്തോഷം. അണ്ണാ, സുധാകരൻ്റെ കല്യാണം നടക്കുന്ന മണ്ഡപം ഏത് എന്ന് ചോദിച്ചു. ഞാൻ വിരലുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഓ, ആ കാണുന്നതാണ് എന്ന് പറഞ്ഞു. അണങ്കർ എന്ന് പറഞ്ഞു. എന്നെയും കൂടി ആ കാർ കയറ്റി മണ്ഡപത്തിലിറങ്ങി. കാറിൽ നിന്നിറങ്ങുമ്പോൾ മീര ചേച്ചി എന്നോട് പറഞ്ഞു, മടങ്ങുമ്പോൾ കാറിൽ പോവാം കേട്ടോ, എൻ്റെ കാറിൽ പോവാം. ഒരു സിനിമാക്കാരൻ്റെ ഭാര്യയാണ് ഈ പറയുന്നത്. തിരിച്ച് കാറിൽ കയറി പോകാമെന്ന്. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനോ ഒരു കല്യാണത്തിനോ ഒരു മരണത്തിനോ തലസ്ഥാനത്ത് നിന്നും പോകുന്ന ഒറ്റ സിനിമാക്കാർ വരുന്നോ എന്ന് ചോദിക്കേയില്ല. പ്രത്യേകിച്ച് എന്നോട് ചോദിക്കില്ല. ഒറ്റയ്ക്ക് ബോറടിച്ച് കാർ എടുത്ത് പോവും. രാത്രി വൈകി 11 മണിക്കും 12 മണിക്കും ഉള്ള ട്രെയിന് ടിക്കറ്റ് എടുത്ത് രാവിലെ തിരുവനന്തപുരം പിടിക്കും. ഞാൻ അങ്ങനെയാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. വില കൂടിയ കാറിൽ കയറുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തുള്ള വലിയ സുഹൃത്തുക്കൾ, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കും, പോട്ടെ ദിനേശേ എങ്ങനെ മടക്കം? ഞാൻ പറയും ട്രെയിനിൽ. ഓക്കെ എന്ന്. ദിനേശേ വരുന്നോ എന്നൊരു വാക്ക് ചോദിക്കില്ല. അവിടെയാണ് ഒരു പരിചയമില്ലാത്ത മീര ചേച്ചി പറയുകയാണ് മടക്കം ഞങ്ങളോടൊപ്പം ആകാമെന്ന്. ആ കാറിലാണ് ഞാൻ സുധാകരൻ്റെ കല്യാണം കഴിഞ്ഞ് മടങ്ങിയത്. ആ ചേച്ചി മരിച്ച കാര്യം നമ്മുടെ ചാനലിൽ ഞാൻ പറയേണ്ടതാണ്. എങ്ങനെയോ എൻ്റെ ഇന്ന് കൈവിട്ടുപോയി, മറന്നുപോയി. വേണിച്ചേട്ടൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ വിവേകിനെ വിളിച്ചിരുന്നോ എന്ന് അവർ ചോദിച്ചപ്പോൾ എനിക്ക് അതിശയമായി. അവരോട് വിവേകാണ് പറഞ്ഞു തന്നത്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന മാമിയോട്, അമ്മായിയോട് വിവേകാണ് പറഞ്ഞതെന്ന് ദിനേശ് അങ്കിൾ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അതിശയമായി. വിവേക് ഞാൻ വിളിച്ചിരുന്നത് അയാളുടെ മാമിയോട് പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഓർത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, വിവേക് വിളിക്കാറുണ്ടോ? അവനിവിടെ ഉണ്ട്, നമ്പർ വേണ്ടല്ലോ എന്ന് ചോദിച്ചു. അവനിവിടെ ഉണ്ട്, നമ്പർ വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അവന് വേണ്ട, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. എവിടുന്നാണ് അവൻ്റെ നമ്പർ കിട്ടിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, അല്ല ആരും ഇത് വാങ്ങിയതല്ല എന്ന് പറഞ്ഞു. അടുത്ത് ഇതൊക്കെ കേട്ട് നിന്ന ഷാജി കൈലാസിനെയും പിന്നെ ആരൊക്കെയോ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി. വേണു നാഗവള്ളി ചേട്ടൻ്റെ പെങ്ങളാണിത്. അവിടെ കഴിഞ്ഞു ആ മാറ്റർ. ഇനി ഞാൻ പറയുന്നത് ദിനേശിൻ്റെ തള്ളായി ദയവായി ധരിക്കരുത്. എൻ്റെ ദിനചര്യ എന്ന് പറയുന്നത് രാത്രി ഏതാണ്ട് 2-2:15 ആകുമ്പോൾ ഞാൻ എൻ്റെ എഴുത്തും വായനകളുമൊക്കെ നിർത്തും. എന്നിട്ട് എനിക്കൊരു അരുമയായ ഒരു നായയുണ്ടല്ലോ, പാറുവിൻ്റെ ഒരു 10 പാർലെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവൾ കഴിച്ച പാത്രങ്ങളിലൊക്കെ കോരാനായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വച്ച്, പുതിയ ചരുവത്തിൽ അവൾക്ക് കുടിക്കാനുള്ള വെള്ളം പൈപ്പിൽ നിന്ന് പഴയ വെള്ളം കളഞ്ഞിട്ട് പുതിയത് നിറച്ച് വെച്ച്, വീടിൻ്റെ വാതിലുകളൊക്കെ അടച്ച് ലൈറ്റൊക്കെ അണച്ച് പല്ല് തേച്ച് ഞാൻ കിടക്കയിലേക്ക് വന്നാൽ ഒരു 30 മിനിറ്റ് സമയം സിന്ധുവിൻ്റെ ഫോണിൽ 3-4 തരത്തിലുള്ള എന്താ പറയുക ഗെയിമുകൾ കളിക്കും. അത്
നമ്മുടെ തലച്ചോറിൻ്റെ മെമ്മറി ലോസ് വരാതിരിക്കാനുള്ള ഗെയിമുകളാണ്. ഓർമ്മശക്തി നിലനിർത്താനുള്ള, വയസ്സായി വരെയല്ലേ, അതിനുവേണ്ടി ഒരു 3-4 ഗെയിം ഒരു അരമണിക്കൂർ കളിക്കും. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബ്രെയിൻ പറയും, ഇനി ഉറങ്ങിക്കോ എന്ന് ബ്രെയിൻ സിഗ്നൽ 2-3 പ്രാവശ്യം തന്നാൽ ഫോൺ ഓഫാക്കിയിട്ട് കിടന്നാൽ 10-15 സെക്കൻഡ് പോലും എനിക്ക് വേണ്ട, ഞാൻ ഗാഢമായ ഉറക്കത്തിലേക്ക് പോകും. പിന്നെ ഫ്രണ്ട്സ് സിനിമയിലെ ചക്കച്ചമ്പറമ്പിലെ ജോയിയുടെ ഇളയപ്പൻ, ലാസർ ഇളയപ്പനെ പോലെ അങ്ങനെയാണ് ഞാൻ ഉറങ്ങാറ്. കാരണം കട്ടിലോടെ എടുത്തുകൊണ്ട് പോയാലും രാവിലെ ഒരു 8-8:30 മണിയാകണം പിന്നെ ഞാൻ ഉണരാൻ. കേസും വഴക്കം ഭീഷണി ഒന്നും എൻ്റെ ഉറക്കത്തെ ബാധിക്കാറില്ല. ഈ പറഞ്ഞ മെയ് 25 ഞായറാഴ്ച രാത്രി 25 എന്ന് പറയാറില്ല, 26-25 കഴിഞ്ഞല്ലോ, 2 മണിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഗെയിമെല്ലാം കളിച്ചിട്ട് ഞാൻ കിടന്നു. പക്ഷേ എനിക്ക് നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാൻ പറ്റിയില്ല. കണ്ണടച്ചാൽ മുന്നിൽ നിസ്സംഗനായി ചിരിച്ചു നിൽക്കുന്ന വേണു നാഗവള്ളി എന്ന ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന വേണിച്ചേട്ടൻ്റെ മുഖമാണ്. അദ്ദേഹം എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നി, എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്നെ നീ മറന്നോ ദിനേശേ എന്ന് ചോദിച്ചു എന്ന് എൻ്റെ അന്തരംഗം പറയുന്നു. ഏയ് ഞാൻ മറക്കില്ല വേണിച്ചേട്ടനെ എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല, നാം അനങ്ങുന്നില്ല എന്നെനിക്കൊരു സംശയം. മറന്നു ദിനേശേ, നീ എന്നെ മറന്നു, മീരയുടെ കാര്യം പോലും നീ മറന്നു. സാധാരണ നിനക്ക് നല്ല ഓർമ്മകളാണല്ലോ, ഇതെന്താ ഇങ്ങനെ പറ്റിയത് എന്ന് ചോദിച്ചു. ചിരിച്ചുകൊണ്ടുള്ള ഓരോ ചോദ്യവും ശരിക്കും എന്നെ വല്ലാണ്ടാക്കി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും എന്നെ 26-ാം തീയതി വിളിക്കുന്നതുവരെ നിദ്രാദേവി കടാക്ഷിച്ചില്ല. വല്ല വിധേനയും നേരം വെളുത്തു. ഒരുപാട് തവണ രാത്രിയിലെ കാഴ്ചയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ദിനചര്യ അനുസരിച്ച് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 8:30 മണിക്കൊക്കെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരിക്കുന്ന പാലും മാവും ഒക്കെ പുറത്തെടുത്ത് വയ്ക്കും, എല്ലാ വാതിലും തുറക്കും, ഗേറ്റിൽ ചെന്ന് പത്രം എടുക്കും, തലേ ദിവസം എടുത്ത് വെച്ചിരിക്കുന്ന 1 ലിറ്റർ വെള്ളം ഉണ്ടാവും, 1 ലിറ്റർ വെള്ളം തലേ ദിവസം പിടിച്ചു വെച്ചിട്ടാണ് ഉറങ്ങാറ്, ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ അതും എടുത്തുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോയാൽ പത്രത്തിൻ്റെ 12 പേജും വായിക്കും. അത് വായിച്ച് തരുമ്പോഴേക്കും സിപ്പ് ചെയ്ത് ഞാൻ ഈ 1 ലിറ്റർ വെള്ളവും കുടിച്ച് കഴിഞ്ഞിരിക്കും. പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും സിന്ധു ബെല്ലടിക്കുന്നത്. ചായ റെഡി എന്നാണ് ആ ബെല്ലിൻ്റെ അർത്ഥം. പക്ഷേ 26-ാം തീയതി രാവിലെ പാല് വെള്ളത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇട്ടതുമില്ല, വാതിലുകൾ തുറന്നതുമില്ല, പത്രം എടുത്തതുമില്ല. ഒരു ജീവച്ഛവം പോലെ ഞാൻ അങ്ങനെ ഇരുന്നു വീട്ടിൽ. ഉറക്കം കഴിഞ്ഞ് എണീറ്റ സിന്ധുവിന് അതിശയം. കാരണം പതിവില്ലാത്ത കാഴ്ചകളാണ്. വാതിൽ തുറന്നിട്ടില്ല, പാലെടുത്ത് തണുപ്പ് മാറാനായിട്ട് വെള്ളത്തിലിട്ടിട്ടില്ല, ബെൽ മുഴങ്ങി. താഴേക്ക് സ്ഥലകാല ബോധം വന്ന് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ സിന്ധു നോക്കി നിൽക്കുന്നു. പിന്നെയും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നോ എന്നാണ് സിന്ധുവിൻ്റെ സംശയം. ചായ വരും മുമ്പ് ഞാൻ വിവേകിനെ വിളിച്ചു. വിവേകെ, ചെന്നൈക്ക് പോയോ എന്നിട്ട്. ഇല്ല, പോയില്ല. ആരാ എന്നിട്ട്. ഞാൻ ശാന്തിയുള്ള ദിനേശാണ് മോനെ. അങ്കിളെ, ഞാൻ പോയില്ല, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഇവിടെ. മോനെ, എനിക്ക് കുറച്ച് നേരം നിന്നോട് സംസാരിക്കണം. എപ്പോൾ പറ്റും? ഞാനിന്ന് തിരക്കിലാണെങ്കിലേ, രാത്രിയാകും ഫ്രീ ആവാൻ. അല്ലെങ്കിൽ തന്നെ എന്നെ രാത്രി വിളിക്കുന്നതാണ് നമുക്ക് പറ്റിയ സമയം. നാളെയോ മറ്റന്നാളോ അങ്കിൾ രാത്രി വിളിക്ക്. അപ്പം ഞാൻ ചോദിച്ചു, എപ്പോൾ? രാത്രി എപ്പോൾ? എപ്പോൾ വേണമെങ്കിലും. ഞാൻ പറഞ്ഞു, അത് വേണ്ട, സമയം പറ. ഒരു 8 മണി. ഞാൻ പറഞ്ഞു, ഓക്കെ. അപ്പോൾ ഞാൻ മറ്റന്നാൾ രാത്രി 8 മണിക്ക് വിളിക്കാം. അല്ല അങ്കിളെ, ഇന്ന് രാത്രി ആയാലും കുഴപ്പമില്ല എന്നായി വിവേക്. ഓക്കെ മോനെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. കൃത്യം 8 മണിയായപ്പോൾ ഞാൻ വിവേകിനെ വിളിച്ചു. ആരാ? വീട്ടിൽ കേൾക്കുക. അപ്പോൾ നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല. മോനെ, ഞാൻ ദിനേശാണ്. സോറി അങ്കിൾ, ഞങ്ങളെല്ലാവരും കൂടി പുറത്താണ്. നാളെ രാവിലെ ആയാലും അങ്കിളെ. അപ്പോൾ പകൽ ഫ്രീ അല്ല എന്ന് പറഞ്ഞ ആളാണ് എന്നോട് പറയാണ്. നാളെ രാവിലെ ആയാലും അങ്കിളെ. പകൽ മോൻ തിരക്കിലായിരിക്കില്ലേ? സാരമില്ല, അങ്കിൾ രാവിലെ വിളിക്ക്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ, ഇന്നലെ രാവിലെ കൃത്യമായിട്ട് വിളിച്ചു. ആദ്യം ഫോണ്
കട്ടാക്കി വിവേക്. വീണ്ടും വിളിച്ചപ്പോൾ എടുത്തു. അങ്കിളേ, ഞാൻ പുറത്താണ്, രാത്രി വിളിക്കുമോ? ഞാൻ ഓക്കെ പറഞ്ഞു വച്ചു. അപ്പോൾ തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി വിവേകിനെ വിളിക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചു. പ്രധാനമായും എനിക്ക് കുറച്ച് ഫോട്ടോകൾ തരാമോ എന്ന് തിരക്കണം. അതിനാണ് വിവേകിനെ വിളിച്ചത്. ഇനി അങ്ങോട്ട് മോൻ്റെ ജീവിതയാത്ര ഒറ്റയ്ക്കാണല്ലോ, എങ്ങനെയെന്ന് തിരക്കണം. പിന്നെ മീര ചേച്ചിയുടെ കുടുംബ പശ്ചാത്തലം എനിക്കറിയില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് തിരക്കണം. പക്ഷേ ഈ 3 കാര്യങ്ങൾ ഞാനങ്ങ് ഉപേക്ഷിച്ചു. പാവം ചെറുപ്പക്കാരനാണ് അവൻ, ഒറ്റ മോനാണ്, അച്ഛനും അമ്മയും ലാളിച്ച് വളർത്തിയ മോനാണ്. അച്ഛനും പിന്നാലെ അമ്മയും പോയില്ലേ. ശരിക്കും പറഞ്ഞാൽ അയാൾ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ വിവേകനെ ഞാനങ്ങ് വിട്ടു. എന്നാവും ഞാൻ വേണിച്ചേട്ടനെ മനസ്സിൽ പ്രതീക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ, KG ജോർജിൻ്റെ ഉൾക്കടൽ കാണുമ്പോൾ രാഹുലൻ എനിക്കൊരു ലഹരിയായിരുന്നു. ശോഭ അഭിനയിച്ച, നമ്മളെ തൂങ്ങി മരിച്ച അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയ ശോഭ, റീന എന്നൊരു കഥാപാത്രമാണല്ലോ ഉൾക്കടലിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ശോഭ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉൾക്കടലിലെ റീന എൻ്റെ മനസ്സിൽ കയറിയതേയില്ല. എന്നാൽ അതിൽ റീനയുടെ സഹോദരൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേഷമുണ്ട്, ഡേവിസ് എന്നാണ് പേര്. അയാൾ 2-3 സീനേ ഉള്ളൂ, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകും. രതീഷാണ് ആ വേഷം ചെയ്തത്. മനോഹരമായി രതീഷിനെ, തുടക്കകാലത്ത് രതീഷിനെ നമുക്ക് ഇഷ്ടപ്പെട്ട കന്നി സിനിമയാണ്. അതിനിടയിൽ വേണിച്ചേട്ടൻ ഒരു കൊച്ചു പണി പടിഞ്ഞു. കൊല്ലത്ത് ഏതോ ഒരു സിനിമാ സംഘടന അവാർഡുകൾ കൊടുത്തപ്പോൾ ആ വർഷത്തെ അവാർഡ് ഉൾക്കടലിൽ അഭിനയിച്ച, രാഹുലായി അഭിനയിച്ച വേണിച്ചേട്ടനായിരുന്നു. അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം അവിടെ വേണിച്ചേട്ടൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നസീറിനെയും ജയനെയും പോലെ എനിക്ക് തല്ലിപ്പൊളി സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് സിനിമകളില്ല എന്ന് പറഞ്ഞാൽ ചൊറിയും കുത്തി വീട്ടിലിരിക്കേണ്ട ഒരാവശ്യമില്ല, എനിക്ക് സർക്കാർ ജോലിയുണ്ട്. അദ്ദേഹം ARL ആൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥനാണല്ലോ. ഈ പ്രസംഗം ഞാനിൽ അടിച്ചു വന്നു. അന്നാണെങ്കിൽ ഈ ജയേട്ടന് വേണ്ടി പ്രാന്തായി നടക്കുന്ന സമയം, നമ്മൾ കൊച്ചല്ലേ, ജയേട്ടനെ അന്ധമായി ആരാധിക്കുന്ന കാലമാണ്. ആ ജയേട്ടനെ ചൊറിയും കുത്തി, ജയനൊക്കെ സിനിമയിലേക്ക് ചൊറിയും കുത്തി വീട്ടിലിരിക്കേണ്ടി വരും, പക്ഷേ എനിക്ക് ആ ഗതികേടില്ല, എനിക്ക് സർക്കാർ ജോലി ഉണ്ടെന്നൊക്കെ ഇദ്ദേഹം നാനയിൽ അത് അടിച്ചു വന്നപ്പോൾ ഭയങ്കരമായ ദേഷ്യം തോന്നി വേണിച്ചേട്ടനോട്. അപ്പോൾ ഞാൻ വായനക്കാരെ പേജിൽ ഒരു കത്തെഴുതി, എന്തൊക്കെയോ മോശം വരികളൊക്കെ വെച്ച് എഴുതി, അതും അടിച്ചു വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ശാന്തിവിള ദിനേശ് ശാന്തിവിള എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ അടിച്ചു വരുന്നത് വേണിച്ചേട്ടനെതിരെ നാനയിൽ എഴുതിയതാണ്. അതുപോലെ ഒരുപാട് പേര് വേണിച്ചേട്ടനെ വിമർശിച്ചുകൊണ്ട് നാനയുടെ പേജുകളിൽ എഴുതി കൊന്നു. 1978 നരുന്ത് പോലുള്ള പ്രായത്തിൽ വേണിച്ചേട്ടൻ ഇങ്ങനെ പ്രസംഗിച്ചത് നാനയിൽ അടിച്ചു വന്നത് കണ്ടപ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വന്നു. പക്ഷേ രാഹുലിനെ എനിക്ക് വെറുക്കാനും വയ്യ. പിന്നെ പിന്നെ ഇതിൻ്റെ പിറകെ പല വേഷങ്ങൾ വന്നല്ലോ. പ്രത്യേകിച്ചും KG ജോർജിൻ്റെ തന്നെ കോലങ്ങളിലെ ബലൂൺ കച്ചവടക്കാരൻ ചെറിയ, യവനികയിലെ ജോസഫ് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ നാടക നടൻ, ഇതൊക്കെ എന്നെ ഒരുപാട് ആകർഷിച്ച വേഷങ്ങളായിരുന്നു. അത് വേണിച്ചേട്ടൻ്റെ ആരാധകനാകാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നു, വേണു നാഗവള്ളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു. പടത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനോഹരമായ പേരല്ലേ, സുഗമോ ദേവി. 1986 ഗാന്ധിമതി എന്ന് പറഞ്ഞ പ്രശസ്തമായ നിർമ്മാണ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. മോഹൻലാലും ശങ്കറും ഉർവശിയും ജഗതിയും ഒക്കെ ഉള്ള സിനിമയാണ്. ഞാൻ ഒന്നും മടിക്കാതെ വേണിച്ചേട്ടനെ കാണാൻ പോയി. മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പഴയ തൈക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ എതിർവശത്തൊരു നല്ല കുടില് പോലുള്ള മനോഹരമായ ഒരുപാട് ചെടികളുള്ള വള്ളിക്കുടിലൊക്കെ ഉള്ള വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ പടർത്തിയിട്ട ഒരു നല്ല വീടാണ് ഗാന്ധിമതിയുടെ ഓഫീസിലേക്ക് കയറുന്നിടത്ത്. അതൊക്കെ ഇപ്പോൾ ഇടിച്ച് കളഞ്ഞു എന്ന് തോന്നുന്നു. കളഞ്ഞു, വലിയ 2 നില കെട്ടിടങ്ങൾ വന്നു. MG രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ പുറകിലെന്ന് പറയാം. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി അന്വേഷിച്ച് നടന്ന്, അന്ന് കാശൊന്നുമില്ലല്ലോ, വേണിച്ചേട്ടൻ്റെ വീട് കണ്ടുപിടിച്ച് ഗേറ്റിൽ ചെന്ന് മുട്ടി. അപ്പോൾ ഈ പുളിയിലക്കര എന്ന് പറയില്ല, അതുപോലുള്ള നല്ല തൂവുള്ള മുണ്ടും ഒറ്റ കരയുള്ള നേരിയതോ കൊടുത്ത ദൈവ സ്പർശമുള്ള മുഖമുള്ള ഒരു അമ്മ ഇറങ്ങി വന്നു. എനിക്കിപ്പോഴും ആ മുഖം നല്ല ഓർമ്മയുണ്ട്. വേണിച്ചേട്ടൻ്റെ അമ്മയാണ്. എന്താ? അല്ല, വേണിച്ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ്. അമ്മ ഉറങ്ങുകയാണ് കേട്ടോ, ഉച്ച സമയമാണ്. ഉറക്കത്തെ വിളിച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും. പോയിട്ട് കുറേ കഴിഞ്ഞ് വരുമോ? പിന്നെന്ത്,
അപ്പോൾ നമ്മൾ ഈ വഴുതക്കാടൊന്നും കണ്ടിട്ടില്ല. അവിടെ നിന്ന് നടന്നു, വഴുതക്കാട് വഴി എന്താ പറയുക, വിമൻസ് കോളേജിൻ്റെ മുന്നിൽ കൂടി ആളിൻ്റെ റേഡിയിൽ കൂടെയൊക്കെ കറങ്ങി ഒരു 10-40 മിനിറ്റ് കറങ്ങി നടന്നിട്ട് വീണ്ടും വേണിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് ഗേറ്റിൽ ഇങ്ങനെ മുട്ടാൻ പോയപ്പോൾ പെട്ടെന്ന് കൈയെടുത്ത് കളഞ്ഞു. കാരണം മുറ്റത്ത് വെളുത്ത ലുങ്കിയിൽ പച്ച വര, ചതുരമുള്ള വരയുള്ള ഒരു ലുങ്കി ഉടുത്ത് കൈയില്ലാത്ത ബനിയനും ഇട്ടിട്ട് ഒരു കപ്പ് സോസറും വെച്ച് ചായ കുടിച്ചുകൊണ്ട് നടക്കുകയാണ്, ഉലാത്തുകയാണ് വേണിച്ചേട്ടൻ. നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള വേണിച്ചേട്ടനെ കൺമുന്നിൽ കണ്ടപ്പോഴേ അന്തം വിട്ടുപോയി. ഞാനൊന്ന് പതുക്കെ കഥയിൽ തട്ടി, അദ്ദേഹം ഇങ്ങനെ നോക്കി. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടാണ്. എന്താ ഒന്ന് കാണാൻ വന്നതാണ്. എന്താ? അല്ല, ഒരു പടം സംവിധാനം ചെയ്യുന്നു എന്ന് അറിഞ്ഞു. അതെ, അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ആളൊക്കെ ആയി, എന്നിട്ട് പുള്ളി കയറി അങ്ങ് അകത്തു കളഞ്ഞു. ഗേറ്റ് പോലും തുറക്കുകയോ എന്താ നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ എവിടുത്തുകാരൻ ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം കയറി തിരുവനന്തപുരത്തെ നാടൻ ഭാഷ പറഞ്ഞാൽ തൂറി എറിഞ്ഞതുപോലെ കയറി അകത്ത് പോയി. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. നമ്മൾ മനസ്സിൽ ആരാധനയോടെ കൊണ്ടു നടന്ന രാഹുൽ ഇങ്ങനത്തരക്കാരനാണോ എന്ന് തോന്നി. നിസ്സംഗനായി നിശബ്ദനായി ഞാനും എൻ്റെ കൂട്ടുകാരനും തിരിച്ച് നടന്നു, തമ്പാനിലേക്ക് നടന്ന് ബസ് ഇറങ്ങിപ്പോന്നു. പക്ഷേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും പോലെ നമ്മൾ കൊച്ചാണെങ്കിലും അന്നും അല്പം ഒരു തീപ്പൊരി മനസ്സിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ജാടയ്ക്ക് ഒരു കത്തെഴുതണം എന്നെനിക്ക് തോന്നി. കത്തെഴുതി. ആ കത്തിലെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, ആതിഥ്യ മര്യാദ എന്തെന്ന് താങ്കൾക്കറിയില്ല. ഒരു വീട്ടിൽ ആരോ ആവട്ടെ, ഒരു ഭിക്ഷക്കാരനാകട്ടെ, വരുമ്പോൾ ഗേറ്റിന് പുറത്ത് നിർത്തി സംസാരിക്കുന്ന ഒരു സംസ്കാരമല്ല മലയാളിയുടെ. താങ്കൾ മലയാള സിനിമയിൽ ചിലപ്പോൾ പെരുന്തച്ഛനാകുമായിരിക്കും, ഒരു ചെല്ലപ്പനാശാരിയായിട്ടെങ്കിലും ഞാനും ഉണ്ടാവും സിനിമയിൽ. എന്ത് പ്രതീക്ഷിച്ച് എഴുതിയെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഈ എഴുതിയിട്ട് എന്ത് പറ്റി നേട്ടാൽ, അന്ന് കാശൊന്നും കയ്യിലില്ലാത്ത കാലമാണെങ്കിലും ഓർഡിനറി പോസ്റ്റിൽ അയച്ചാൽ കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് എങ്ങനെയോ അമ്മയെ പറ്റിച്ച് എന്തിനോ പറഞ്ഞ് പൈസ വാങ്ങിച്ച് രജിസ്റ്റേർഡായിട്ട് അയച്ചു കൊടുത്തു. വായിച്ച് പഠിക്കട്ടെ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ആലോചിക്കുന്നത്. വർഷങ്ങൾ കഴിയുന്നു. ഞാൻ ഹരികുമാർ സാറിൻ്റെ ഊഴത്തിലൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറാവുന്നു, സിനിമ പത്രപ്രവർത്തനാവുന്നു, ഫിലിം ക്രിക്സിൻ്റെ ആദ്യത്തെ ലേഖന മത്സരത്തിലെ സ്വർണ്ണ മെഡൽ വാങ്ങുന്നു. ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞാൽ 10 പേർ അറിയുന്ന പേരായി മാറുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. അങ്ങനെ ടാഗോർ തിയേറ്ററിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലൂടെ, എനിക്ക് തോന്നുന്നു ക്രിട്ടിക്സ് അവാർഡാണെന്ന് തോന്നും, അതിൻ്റെ മുന്നിലൂടെ, സ്റ്റേജിൻ്റെ മുന്നിലൂടെ ഒരു 3-4 പ്രാവശ്യം എന്തോ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സിനിമാക്കാർ അവാർഡ് ജേതാക്കൾ ഇരിക്കുന്ന കൂട്ടത്തിൽ വേണുനാഗവള്ളി ഇരിപ്പുണ്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പം എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ വേണിച്ചേട്ടൻ്റെ മുഖം ഇങ്ങനെ പാൻ ചെയ്യുന്നുണ്ടെന്ന്, എന്നെ ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ജാട കാണിച്ച്. 3-മത്തോ 4-മത്തോ ഞാൻ അതിൽ നടന്നു വന്നപ്പോൾ ആ സീറ്റിൽ നിന്ന് ഇങ്ങനെ ആഞ്ഞ് എൻ്റെ കൈ കയറി പിടിച്ചു. ഞാൻ വല്ലാണ്ടായിപ്പോയി. വേണിച്ചേട്ടൻ സീറ്റിൽ നിന്ന് എണീറ്റ് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ദിനേശേ, ഇപ്പോഴും എന്നോട് വിരോധമുണ്ടോ? ഞാൻ ഞെട്ടി. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്ത് പുള്ളി ഓർത്തു വച്ചിരിക്കുന്നു. എന്നെ ഒരു നല്ല കാര്യം പഠിപ്പിച്ച ആളാണ് ദിനേശ്. വീട്ടിൽ വരുന്നവരോട് ആതിഥ്യ മര്യാദ എന്ത് കാണിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വിവരക്കേടുകൊണ്ട് അന്ന് എഴുതിയതാണ്. ദിനേശ് കൃത്യമായിട്ടും എന്നെ പഠിപ്പിച്ചത് കറക്റ്റാണത്. ഞാൻ ദിനേശിൻ്റെ വലയം കാണാറുണ്ട് കേട്ടോ, നല്ല എപ്പിസോഡ്. ഒരു ദിവസം എത്ര എപ്പിസോഡ് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചു. അവിടെ മുതൽ ഞാനും വേണിച്ചേട്ടനും നല്ല ആത്മബന്ധത്തിലായി. അങ്ങനെ വേണിച്ചേട്ടനെ പാഠം പഠിപ്പിച്ച ആളാണ് ഞാൻ. ഇത് കഴിഞ്ഞ് മാറ്റയിൽ ലോഹിതദാസും സിബിമലയിലും മത്സരിക്കുന്നു. സിബിമലയിൽ മത്സരിക്കുന്നത് നിർമ്മാതാക്കളുണ്ടെങ്കിലേ സിനിമ എടുക്കാനാവൂ, ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാനും പറ്റൂ. അതുകൊണ്ട് നമ്മൾ നിർമ്മാതാക്കളോടൊപ്പം നിൽക്കണം, നടന്മാരുടെ വാലാട്ടികളായി നടക്കരുത് എന്ന് പറയുന്ന പക്ഷമാണ് സിബിമലയിലെ കൂടെ. മറുവശത്ത് താരങ്ങളുണ്ടെങ്കിലേ സിനിമയുള്ളൂ, അവരെ കൂടെ നമ്മൾ നിൽക്കണം എന്ന് പറയുന്ന മറുപക്ഷത്തിൻ്റെ നേതാവായിട്ടാണ് ലോഹിതദാസ് മത്സരിക്കുന്നത്. ഒരു ജീവൻ മരണ പോരാട്ടമായ മത്സരമാണ്. അപ്പുറത്ത് ലോഹിതദാസിൻ്റെ പാനലിന് ഇഷ്ടം പോലെ പൈസ ഇറക്കുകയാണ്. പ്രിയദർശൻ മദ്രാസിൽ നിന്ന് വോട്ട് ചെയ്യിക്കാൻ സ്വന്തം കാശ് മുടക്കി ബസ് പിടിച്ചു കൊടുത്ത് അവിടുന്ന് ഒരു ബസ് നിറച്ച ആളിനെ എറണാകുളത്തേക്ക് അയച്ചിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ.
എമ്മോ ദേവസ്യ അടക്കം ഒരുപാട് പേര് പ്രിയദർശൻ്റെ ചിലവ് വന്ന് സി വി മലയിലിൻ്റെ പാനലിന് വോട്ട് ചെയ്തു. എന്നോട് എമ്മോ ദേവസ്യ ചേട്ടൻ പറഞ്ഞതാണ്. ഒരുപാട് പേര്, പീറ്റർ ഞാറക്കൽ ഒക്കെ. ആ ഇലക്ഷൻ BTH നടക്കുന്നതിൻ്റെ തലേ ദിവസമായിട്ടാണ് അവിടെ 2 പക്ഷക്കാരും വന്ന് തമ്പടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു റൂം ഓഫീസായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണിച്ചേട്ടൻ ശാലം കഴിച്ചിട്ടുണ്ട്. ലിഫ്റ്റ് ഇറങ്ങി വേണിച്ചേട്ടൻ പുറത്തേക്ക് വരാൻ പോയപ്പോൾ ഞാൻ ലിഫ്റ്റ് കയറാൻ പോവുകയാണ്. എന്നെ കണ്ടതും വേണിച്ചേട്ടൻ ദിനേശ് കയറണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി. ലിഫ്റ്റ് അങ്ങ് പോയി. ദിനേശേ, നമ്മൾ തിരുവനന്തപുരത്തുകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമായിരുന്നു. ദിനേശ് അപ്പുറത്ത് പക്ഷത്താണല്ലേ. ഞാൻ ഒരു പക്ഷവും ഇല്ല ചേട്ടാ. ഗാന്ധിപതി ബാലനുള്ളതുകൊണ്ടല്ലേ ചേട്ടന് സിനിമ ചെയ്യാൻ പറ്റി. കാശ് മുടക്കുന്നതിൻ്റെ കൂടെയാണ് ചേട്ടാ നമ്മൾ നിൽക്കുക. നമ്മൾ നടീനടന്മാരുടെ എർത്തുകളായിട്ട് നടക്കേണ്ടവരല്ല. അങ്ങനെ നടക്കുന്നതാണ് മലയാള സിനിമയുടെ ശാപം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേണിച്ചേട്ടൻ്റെ പിന്നെയും ക്ലാസ് എടുത്തു. മദ്യപിച്ചിരിക്കുന്നതിൻ്റെ ഒരു ലഹരിയിൽ വേണിച്ചേട്ടൻ ഭയങ്കര ഒരു ചൂടായി കണ്ട സംസാരിച്ചു. അവിടെ അത് അവസാനിച്ചു. വൈകുന്നേരം ഇലക്ഷൻ കഴിഞ്ഞു. ലോഹിതദാസ് തോറ്റു, സി ബി മലയിൽ ജയിച്ചു. കുറേ കാലം ആ പാനലിലുള്ളവർ ശത്രുവായി കണ്ടതിലൊന്ന്, മുഖ്യ ശത്രുക്കളായി കണ്ടതിലൊന്ന് എന്നെയായിരുന്നു. ഞാനതൊന്നും കാര്യമാക്കിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു പുണ്യ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, വേണിച്ചേട്ടൻ അത്യാസന്ന നിലയിൽ കോസ്മോ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവസാനമായിട്ട് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ നൂൽപ്പാലത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാക്റ്റ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ആ 10,000 രൂപയുടെ ചെക്ക് എൻ്റെ പേരിലാണ് അയച്ചു തന്നത്. ഞാൻ ആ ചെക്കും കൊണ്ട് കോസ്മി ചെന്നു. വിവേകിനൊന്നും ഓർമ്മ കാണില്ല, വിവേക് കൊച്ചല്ലേ. ആരൊക്കെയോ പുറത്ത് നിൽപ്പുണ്ട്. അവരിൽ ആരോടോ ഞാൻ പറഞ്ഞു, ഞാൻ മാക്റ്റിയിൽ നിന്ന് വരികയാണ്, എനിക്ക് വേണിച്ചേട്ടനെ ഒന്ന് കാണണം. മുറി തുറന്നു വന്ന് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, വേണിച്ചേട്ടൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒലിക്കുന്നു. അത് മീര ചേച്ചി തുടച്ചെടുത്തുകൊണ്ടിരിക്കുക. എന്നെ കേട്ടതോ, ദിനേശേ വാ. ഞാൻ കയറി ചെന്നു. മുഖത്തെല്ലാം തുടച്ച് കഴിഞ്ഞ്, എനിക്കിത്തിരി പ്രശ്നങ്ങളുണ്ട് ദിനേശേ എന്ന് പറഞ്ഞാൽ അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം എന്നെ അടുത്ത് വിളിച്ച് ഇങ്ങനെ കൊച്ചു കുട്ടികളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ മാക്റ്റിയിൽ നിന്നൊരു 10,000 രൂപ. അയ്യോ അത് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് അവകാശമാണ് ചേട്ടാ, മെമ്പർമാർക്കുള്ളൊരു അവകാശമാണ്, അത് തരാൻ വന്നാണെന്ന് പറഞ്ഞാൽ ചെക്ക് ചേട്ടനെ ഏൽപ്പിച്ചു. ചേട്ടൻ അത് മീര ചേച്ചി ഏൽപ്പിച്ചു. എനിക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങാൻ പോയപ്പോൾ വേണിച്ചേട്ടൻ വിറയാർന്ന കൈയോടെ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ നന്നായി വരും കേട്ടോ ദിനേശേ, എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. കരയും എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ അറിയുന്നത് വേണിച്ചേട്ടൻ ഈ ലോകം വിട്ടുപോയി എന്നാണ്. ന്യൂസ് പേപ്പർ ബോയ് അടക്കം ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ നമ്മുടെ, എനിക്ക് തോന്നുന്നു ശ്രീ ഗുരുവായൂരപ്പൻ, മെർലാൻഡ് ചെയ്ത ഭക്തി സിനിമകളടക്കം ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ നാഗവള്ളി RS കുറുപ്പാണ് വേണിച്ചേട്ടൻ്റെ അച്ഛൻ. രാജമ്മ എന്നാണ് അമ്മയുടെ പേര്. രാമങ്കരി, ആലപ്പുഴ രാമങ്കരിക്കാരനാണ് വേണിച്ചേട്ടൻ. NS വേണുഗോപാൽ എന്നാണ് യഥാർത്ഥ പേര്. 1940 ഏപ്രിൽ 16 ജനിച്ചു. 2010 സെപ്റ്റംബർ 9 മരിച്ചു. സീരിയസ് ആയ മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന കിലുക്കത്തിനടക്കം, ആട്ടോയ്ക്കടക്കം, അല്ലെങ്കിൽ ലാൽ സലാം, രക്തസാക്ഷികൾ, സിന്ദാബാദ് പോലുള്ള സീരിയസ് സിനിമകളടക്കം ഒരുപാട് സിനിമകൾക്ക്, 11 സിനിമകൾക്ക് തിരക്കഥ എഴുതി. വിഷ്ണു എന്ന് പറഞ്ഞ P. ശിവകുമാർ സംവിധാനം ചെയ്ത വിഷ്ണു വരെ 11 സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി. 12 സിനിമകൾ സംവിധാനം ചെയ്തു. 38ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഭാര്യ സ്വന്തം സുഹൃത്ത് എന്നുള്ള സിനിമയായിരുന്നു അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത എവിടെയോ ഒരു ശത്രു എന്ന് പറഞ്ഞ അനുരാധ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ പൂർത്തിയായ ശേഷം, സെൻസറിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം തിയേറ്ററിൽ വന്നിട്ടേ ഇല്ല. ആ സിനിമ എന്നും വേണിച്ചേട്ടൻ്റെ മനോഹരമായ വേഷമുള്ള സിനിമയായിരുന്നു. എന്തായാലും വിവേകിനെ വിളിച്ച് അമ്മ മരിച്ച വിവരം ചോദിച്ച അതിലൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുപോയെങ്കിലും വിവേകിൻ്റെ അമ്മായിയെ കാണാൻ കഴിയുകയും അവർ എന്നോട് വിവേകിനെ വിളിച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് ഈ എപ്പിസോഡ് ഉണ്ടാകുന്നത്. പാവം മനുഷ്യനായിരുന്നു വേണിച്ചേട്ടൻ, ഒരു നിരാശ കാമുകൻ എന്ന് തന്നെ പറയാം. വേണിച്ചേട്ടൻ്റെയും മീര ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒപ്പം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ആരുമില്ലല്ലോ വിവേകിന്. വിവേക് നന്നായി ജീവിക്കട്ടെ. അവൻ്റെ അമ്മായി അടക്കമുള്ളവർ, അല്ലെങ്കിൽ ചെറിയച്ഛൻ അടക്കമുള്ളവർ എല്ലാവരും പൊന്നുപോലെ അവനെ നോക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.